അമരശക്തിയുടെ കൊട്ടാരത്തിലെത്തിയ വിഷ്ണു ശർമ്മ അമരശക്തിയുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു. പക്ഷേ രാജാവിന് വിഷ്ണു ശർമ്മയിൽ അത്ര പ്രതീക്ഷയൊന്നും തോന്നിയില്ല. കാരണം രാജകുമാരന്മാരെ പഠിപ്പിക്കാൻ ഇങ്ങനെ എത്രയോ ഗുരുക്കന്മാർ വന്നതാണ്. എല്ലാവരും മതിയായി എന്ന് പറഞ്ഞ് ഓടിപ്പോയി. പക്ഷേ ഈ വൃദ്ധബ്രാഹ്മണനെ കണ്ടാൽ എന്തോ ചൈതന്യമുള്ളതുപോലെ തോന്നുന്നു. പ്രഭോ, ഞാൻ അങ്ങേക്ക് ഉറപ്പ് തരുന്നു, താങ്കളുടെ കുമാരന്മാരെ എനിക്ക് നല്ലവരാക്കി മാറ്റാൻ കഴിയും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ പേര് മാറ്റും. പിന്നെ ഈ രാജ്യത്തിൻ്റെ 7 രാജ്യം അപ്പുറത്തേക്ക് നാട് വിട്ടോളാം, വിഷ്ണു ശർമ്മ പറഞ്ഞു. രാജാവിനെന്തോ വിഷ്ണു ശർമ്മയിൽ വിശ്വാസം തോന്നി. ഒരു പരീക്ഷണം കൂടി നടത്തുക തന്നെ. ഒരുപക്ഷെ അവസാന പരീക്ഷണം. രാജാവ് കുമാരന്മാരെ വരുത്തുവാൻ ആളെ അയച്ചു. കുമാരന്മാർ മനസ്സില്ലാ മനസ്സോടെയാണ് കൊട്ടാരത്തിലേക്ക് വന്നത്. അച്ഛൻ വിളിപ്പിക്കുന്നത് എന്തായാലും സുഖകരമായ കാര്യത്തിനായിരിക്കില്ല. ഒരുപക്ഷെ ഗുരുക്കന്മാരാരെങ്കിലും വന്നിട്ടുണ്ടാകും. എങ്കിൽ പഴയ പണികൾ തന്നെ ഒപ്പിക്കണം. എത്ര ഗുരുക്കന്മാരാണ് കുമാരന്മാരെ പഠിപ്പിക്കാൻ വയ്യേ എന്ന് പറഞ്ഞ് ഓടിപ്പോയത്? താടി കണ്ടപ്പോഴേ കുമാരന്മാർക്ക് കാര്യം പിടികിട്ടി. ഗുരു തന്നെ. ഇത് കുറച്ച് വയസ്സനുമാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വരൂ വരൂ മിടുക്കന്മാരായ കുമാരന്മാരെ, വിഷ്ണു ശർമ്മ ഉറക്കെ പറഞ്ഞു. കുമാരന്മാർക്ക് അല്പം സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് തങ്ങളെ മിടുക്കന്മാരെന്ന് ആരെങ്കിലും വിളിക്കുന്നത്. ആഹാ, എന്ത് കളികളാണ് കുട്ടികളെ നിങ്ങൾ കളിച്ചിരുന്നത്? ദേഹമാകെ വിയർത്തൊലിക്കുന്നുവല്ലോ, വിഷ്ണു ശർമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു. കുമാരന്മാർക്ക് അത്ഭുതം തോന്നി. ഇനി ഇത് ഗുരു തന്നെയല്ലേ? കുട്ടികളെക്കുറിച്ച് ചോദിക്കുന്നു. സാധാരണ ഗുരുക്കന്മാർ വന്ന ഉടനെ തുടങ്ങും പഠനം. കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത വാക്കുകളും മനക്കണക്കും ജ്യോതിശാസ്ത്രവും. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നാവും. ഞങ്ങൾ ഒരു കാളയുമായി കളിക്കുകയായിരുന്നു ഗുരു, കുമാരന്മാർ പറഞ്ഞു. ഓഹോ, കാളയുമായി കളിക്കുകയോ? അതെന്ത് കളിയാ? നല്ല രസമുള്ളതാണോ? ഗുരു അത്ഭുതം അഭിനയിച്ചു. അതേ, ഇവിടുത്തെ കുശിനിക്കാരന് ഒരു വെളുത്ത കാളയുണ്ട്. അതിന് ചുവന്ന തുണി കാണിച്ചു കൊടുത്താൽ ദേഷ്യം പിടിക്കും. ആര് തുണി കാട്ടുമ്പോഴാണ് കാളയ്ക്ക് ഏറ്റവും അധികം ദേഷ്യം പിടിക്കുന്നത്? അയാളെ മറ്റുള്ളവർ ചുമന്നു നടക്കണം. അതാണ് കളി. കുട്ടികൾ കളിയെക്കുറിച്ചായതുകൊണ്ട് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. എന്നിട്ട് ആരാ കുമാരന്മാരെ കളി ജയിച്ചത്? അതിന് കളി മുഴുവനുമായില്ല ഗുരു. അതിനു മുമ്പ് അച്ഛൻ വിളിച്ചു വരുത്തി. കളി തീരാത്തതിൻ്റെ സങ്കടം അവരുടെ മുഖത്ത് നിഴലിച്ചു. ഗുരുവിന് കുട്ടികളുടെ ദുഃഖം മനസ്സിലായി. കുമാരന്മാരെ, നിങ്ങൾക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണോ? ഹായ്, കഥ ഇഷ്ടമാണ്. കഥ പറഞ്ഞു തരുമോ? കുമാരന്മാർ ആവേശത്തോടെ ചോദിച്ചു. കളിച്ചു ക്ഷീണിച്ച് വന്നതല്ലേ, ഇനി ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. കഥ വേറെ ആരുടേതുമല്ല, ഒരു കാളയുടെ തന്നെ. നമുക്കൊരു പണി ചെയ്യാം. കഥ കേൾക്കാൻ ഒരു മുറിയിൽ പോയിരിക്കാം. കഥയ്ക്ക് ശേഷം നമുക്ക് കുശിനിക്കാരൻ്റെ കാളയുമായി കളിക്കണം. എന്നെയും കളിയിൽ കൂട്ടണേ. കുമാരന്മാർക്ക് വന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. കഥകൾ പറയുന്ന ഗുരുനാഥൻ, കഥ കഴിഞ്ഞാൽ കളിക്കാൻ കൂടുന്ന ഗുരുനാഥൻ. ഇതുവരെ ഉള്ളവരൊന്നും ഇങ്ങനെയായിരുന്നില്ല. വെറുതെ ചീത്ത പറയുന്നവരായിരുന്നു. കുമാരന്മാരും ഗുരുവും കൂടി മുറിയിൽ കയറി വാതിലടച്ചു. ഗുരു കഥ പറയുന്നത് കേൾക്കാൻ കുമാരന്മാർ കാത് കൂർപ്പിച്ചിരുന്നു. ഗുരു വിഷ്ണു ശർമ്മ പതുക്കെ ഒരു മന്ത്രണം പോലെ കഥ പറയാൻ തുടങ്ങി.